കേരളത്തിന്റെ ഭാവി തലമുറയെ വിഴുങ്ങാൻ നിന്ന ലഹരി മാഫിയയുടെ നെഞ്ചിലേക്ക് ഒരു ഇടിമിന്നൽ പോലെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ വമ്പൻ നീക്കം നടന്നിരിക്കുകയാണ്. ഒരു നാടിനെ മുഴുവൻ, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിന്റെ പ്രധാന നഗരങ്ങളെയും ലഹരിയുടെ ഹബ്ബാക്കി മാറ്റിയിട്ടും എല്ലാം കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിച്ച് കണ്ണടച്ചിരുന്ന മുൻ പിണറായി സർക്കാരിന്റെ ആ കളി ഇനി നടപ്പാകില്ല. LDF-ലെ മന്ത്രിമാരെ പോലെ എന്തെങ്കിലും ചെയ്യാൻ യജമാനന്റെ ഉത്തരവിന് വേണ്ടി കാത്തു നിൽക്കുന്ന അവസ്ഥയൊന്നും ഇവിടെയില്ല. ലഹരിയുടെ വേരറുക്കാൻ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ, ശക്തമായ ഇച്ഛാശക്തിയോടെ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് പുതിയ ആഭ്യന്തരമന്ത്രി. ആ പടപ്പുറപ്പാടിന്റെ പേരാണ് ഓപ്പറേഷൻ തുഫാൻ. നമ്മുടെ നാടിനെ നശിപ്പിക്കുന്ന ലഹരി മാഫിയയുടെ വേരറുക്കാൻ സംസ്ഥാന പോലീസ് ആവിഷ്കരിച്ച അതീവ രഹസ്യവും ശക്തവുമായ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ തുഫാൻ. ഇത് വെറും പേരിൽ ഒതുങ്ങുന്ന ഒന്നല്ല. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ IG പുട്ടവിമലാദിത്യ എന്ന കരുത്തനായ ഓഫീസറുടെ നേതൃത്വത്തിലാണ് എല്ലാ ജില്ലകളിലും ഈ വേട്ട തുടരുന്നത്. ലഹരി സംഘങ്ങളുടെ ഓരോ ചലനവും നിരീക്ഷിക്കാൻ സ്പെഷ്യൽ ബ്രാഞ്ചിൽ ഒരു പ്രത്യേക ഇന്റലിജൻസ് ടീമിനെ തന്നെ ഇതിനു വേണ്ടി സജ്ജമാക്കിയിട്ടുണ്ട്. ഈ ദൗത്യം തുടങ്ങി ദിവസങ്ങൾക്കകം ഉണ്ടായ നേട്ടങ്ങൾ കേട്ടാൽ നിങ്ങൾ ഞെട്ടും. കഴിഞ്ഞ ജൂൺ 2-ന് ഓപ്പറേഷൻ തുഫാൻ ആരംഭിച്ചതിന് ശേഷം ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ 728 കേസുകളിലായിട്ട് 795 ലഹരി മാഫിയ കണ്ണികളെയാണ് പോലീസ് അഴിക്കുള്ളിലാക്കിയത്. 625 ഗ്രാം MDMA-യും 48 കിലോഗ്രാമിലധികം കഞ്ചാവും അടക്കം ഏകദേശം 60 ലക്ഷം രൂപ വിലമതിക്കുന്ന മയക്കുമരുന്ന് ഇതിനകം തന്നെ പിടികൂടി കഴിഞ്ഞിരിക്കുന്നു. മലപ്പുറം അന്താരാഷ്ട്ര ലഹരി ശൃംഖലയിലെ 2 വമ്പൻ സ്രാവുകളെയാണ് നമ്മുടെ പോലീസ് പൊക്കിയത്. പന്തളം പോലീസ് ഡൽഹിയിൽ ചെന്ന ഒരു നൈജീരിയൻ പൗരനെയും പെരിനാട് പോലീസ് ബംഗളൂരിൽ നിന്നും ഒരു വിദേശ വനിതയെയും തൂക്കിയെടുത്തു. ലഹരിയുടെ ഉറവിടങ്ങൾ തകർക്കാൻ 84 പോലീസ് ഡിവിഷനുകളായി 16 അംഗങ്ങൾ വീതമുള്ള 4 സ്പെഷ്യൽ ടീമുകളാണ് രാപ്പകലില്ലാതെ തെരുവിൽ പണിയെടുക്കുന്നത്. ഇത്തരം വമ്പൻ നീക്കങ്ങൾ രമേശ് ചെന്നിത്തലയ്ക്ക് പുത്തിരിയല്ല എന്ന് നമ്മൾ പണ്ടേ ഓർത്തതാണ്. മുൻപ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അദ്ദേഹം ആഭ്യന്തരമന്ത്രി ആയിരുന്ന സമയത്ത് കേരളത്തിലെ ബ്ലേഡ് മാഫിയയും ഗുണ്ടകളെയും വിറപ്പിച്ച ഓപ്പറേഷൻ കുബേര നമ്മൾ ആരും മറന്നിട്ടില്ല. അന്ന് പാവപ്പെട്ടവരെ പലിശക്കാരുടെ പീഡനത്തിൽ നിന്നും രക്ഷിച്ച അതേ ദൃഢനിശ്ചയത്തോടെയാണ് ഇന്ന് നമ്മുടെ കുട്ടികളെ ലഹരിയിൽ നിന്നും രക്ഷിക്കാൻ ഓപ്പറേഷൻ തുഫാനുമായിട്ട് അദ്ദേഹം വന്നിരിക്കുന്നത്. വിദ്യാർത്ഥികളെ ചുറ്റിപ്പറ്റിയാണ് ഈ മയക്കുമരുന്ന് ശൃംഖല വളരുന്നത് എന്ന് കൃത്യമായ ബോധ്യമുള്ളത് കൊണ്ട് തന്നെ സ്കൂൾ പരിസരങ്ങളിലെ പുകയില ലഹരി ഉൽപ്പന്നങ്ങളുടെ വിപണനം പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കാൻ അദ്ദേഹം കർശനമായ ഫൈനൽ മുന്നറിയിപ്പും നൽകി കഴിഞ്ഞു. ജനങ്ങളോട് അദ്ദേഹത്തിന് ഒരൊറ്റ അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ശ്രദ്ധയിൽ എവിടെയെങ്കിലും ലഹരി കച്ചവടം കണ്ടാൽ ഉടനടി പോലീസിനെ അറിയിക്കുക. വിവരങ്ങൾ നൽകുന്നവരുടെ പേരോ സ്ഥലമോ വിലാസമോ ഒരു കാരണവശാലും പുറത്തു പോകില്ല എന്ന് ആഭ്യന്തരമന്ത്രി നേരിട്ട് ഉറപ്പും നൽകുന്നു. ഭരണാധികാരിക്ക് നട്ടെല്ലും ഇച്ഛാശക്തിയുമുണ്ടെങ്കിൽ നാട് മാറും എന്നതിന്റെ തെളിവാണ് ഈ കാണുന്നത്. അതുകൊണ്ട് തന്നെ സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്നും വലിയ പിന്തുണയാണ് ഈ ദൗത്യത്തിന് ലഭിക്കുന്നത്. യുവനടൻ ഉണ്ണി മുകുന്ദൻ അടക്കമുള്ള സെലിബ്രിറ്റികൾ ഇതിന് പൂർണ്ണ പിന്തുണയുമായിട്ട് രംഗത്ത് എത്തിയിട്ടുണ്ട്. മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ടീമും പോലീസിനൊപ്പം ചേർന്ന് ഈ ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ സജീവമായിട്ട് പങ്കാളികളാകുന്നു. സാമൂഹിക പ്രവർത്തകരും വിവിധ മത സമുദായിക സംഘടനകളും ഈ നീക്കത്തിന് പിന്നിൽ പാറ പോലെ ഉറച്ചു നിൽക്കുന്നുണ്ട്. ഇതൊരു വലിയ മാറ്റത്തിന് തുടക്കമാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.